ഭേദഗതി നിയമം പാർലമെന്റിലെത്തുകയും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അത് നിയമമായി മാറുകയും ചെയ്യുമെന്ന് ഉറപ്പായിരിക്കെ 4 വോട്ടിന് വേണ്ടി ഇന്ത്യയിലെ ജനങ്ങളുടെ സ്ഥാനവാറ വസ്തുക്കളെ വഖഫ് ബോർഡിന് കീഴിൽ അടിയറവ് വെക്കാനൊരുങ്ങിയ കോൺഗ്രസിനോടും CPM-നോടും ചിലത് പറയട്ടെ. നിങ്ങളുടെ എല്ലാം തനിനിറം ഇപ്പോൾ ജനങ്ങൾ കണ്ടു കഴിഞ്ഞു. നിങ്ങൾ ഇത്രയും കാലം ആരുടെ കണ്ണിലാണോ മണ്ണ് വാരിയിട്ടിരുന്നത്, ഇപ്പോൾ അതേ മണ്ണ് നിങ്ങൾക്ക് നേരെ തിരിഞ്ഞു വരുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പ്രിയ MLA-മാരെ, നിങ്ങൾ ഒന്നോർക്കണം. നിങ്ങൾക്കുള്ള മറുപടി നൽകാൻ ഓരോ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും പുറത്ത് നിങ്ങളെ കാത്തിരിക്കുന്നുവെന്ന്. ക്രിസ്തു പഠിപ്പിച്ചത് സമാധാനത്തിന്റെയും അഹിംസയുടെയും മാർഗമായിരുന്നതിനാൽ ക്രൈസ്തവരിൽ ഭൂരിഭാഗവും ഇക്കാലം അത്രയും കോൺഗ്രസിനൊപ്പം ഉറച്ചു നിൽക്കുകയായിരുന്നു. എന്നാൽ തങ്ങളുടെ വോട്ട് വാങ്ങി ജയിച്ചിട്ട് തിരിച്ച് നന്ദിയോ സ്നേഹമോ കാണിക്കാതെ ക്രൈസ്തവരുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന പല നടപടികളെയും കോൺഗ്രസ് പിന്തുണയ്ക്കുകയായിരുന്നു. കോൺഗ്രസിന്റെ ഇത്തരം നിലപാടുകൾ തിരുത്തിക്കുറിക്കാൻ ഉറപ്പിച്ച ക്രൈസ്തവർക്കെതിരെ അസഹിഷ്ണുതയോടെ പല്ലിറുമുകയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ. അതുപോലെ തന്നെയാണ് ഇടതുപക്ഷം ഹൃദയപക്ഷം എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചിട്ട് ലോക്സഭയിൽ പോയി ഇരട്ടത്താപ്പ് കാണിക്കുന്ന CPM-ഉം. വഖഫ് നിയമ ഭേദഗതിക്കെതിരെ കേരള നിയമസഭയിൽ പ്രമേയം വന്നപ്പോൾ ക്രൈസ്തവ നാമധാരികളായ MLA-മാർ കോൺഗ്രസിലുണ്ടായിട്ടും സ്വന്തം സമുദായത്തെ ചവിട്ടിക്കൂട്ടി മറ്റൊരു വിഭാഗത്തെ സുഖിപ്പിക്കാൻ തുനിഞ്ഞിറങ്ങിയിരുന്നു. ഇപ്പോൾ അതിന് കൂട്ടായി ഇടതും ചേർന്നു. വഖഫ് നിയമം എന്ന ഫാസിസ്റ്റ് കയ്യേറ്റ കരിനിയമം ഉപയോഗിച്ച് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും മുച്ചൂട്ട് നശിപ്പിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന വഖഫ് തീവ്രവാദികൾക്ക് ചെല്ലും ചെലവും കൊടുക്കുന്ന കോൺഗ്രസിനും CPM-നും ജനങ്ങൾ മറുപടി നൽകും. മുൻപത്തെ ജനങ്ങളെ സഹായിക്കാമെന്ന് പറയുന്ന കേരളത്തിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും പാർലമെന്റിൽ വഖഫ് നിയമം ഇല്ലാതാക്കാനല്ല, കയ്യേറ്റാനുമതി നൽകുന്നതും ഭരണഘടനാ പരിഹാരം നിഷേധിക്കുന്നതുമായ വകുപ്പുകൾ ഭേദഗതി ചെയ്യണമെന്ന് മാത്രമാണ് ആവശ്യപ്പെടുന്നത്. അത് മുസ്ലിം സമുദായത്തിലെ ഒരാൾക്കും നീതി നിഷേധിക്കുന്നില്ല. വഖഫ് നിയമത്തിന്റെ ഇരകളായ ആയിരക്കണക്കിന് ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം പൗരന്മാർ നേരിടുന്ന അനീതിക്ക് അറുതി വരുത്തുകയും ചെയ്യും. തമിഴ്നാട്ടിലെ മിക്കവാറും അഗ്രഹാരങ്ങളും ക്ഷേത്രഗ്രാമങ്ങളും വഖഫ് തീവ്രവാദികൾ വഖഫ് നിയമം എന്ന കാടൻ കരനിയമം ഉപയോഗിച്ച് കയ്യേറി കഴിഞ്ഞു. കേരളത്തിലെ ചെറായിലും മുനമ്പത്തും ക്രിസ്ത്യൻ പള്ളി ഉൾപ്പെടെ 600ഓളം ക്രിസ്ത്യാനികളുടെയും ഹിന്ദുക്കളുടെയും ആയിരക്കണക്കിന് ഏക്കർ ഭൂമി വഖഫ് തീവ്രവാദികൾ കയ്യേറി കഴിഞ്ഞു. മറക്കരുത്, കേരളത്തിലെ 140 MLA-മാരും 19 MP-മാരും ജയിച്ചത് ക്രിസ്ത്യാനികളുടെയും ഹിന്ദുക്കളുടെയും വോട്ട് കൊണ്ടാണ്. എന്നാൽ ഇവരെല്ലാം ഒറ്റക്കെട്ടായി വഖഫ് എന്ന ഇസ്ലാമിക് തീവ്രവാദത്തിന് അംഗീകാരവും പിന്തുണയും നൽകി മുസ്ലിം പ്രീണനം ഊട്ടി വളർത്തി വഖഫ് ഇസ്ലാമിക തീവ്രവാദികൾക്ക് വേണ്ടി വ്യായാമം ചെയ്യുന്ന കോൺഗ്രസിനും CPM-നും നൽകുന്ന വോട്ട് ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും കൊലച്ചോറാണെന്ന് തിരിച്ചറിയുക. ഇനിയെങ്കിലും ചിന്താശേഷിയുള്ള ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളും സ്വയരക്ഷയ്ക്കായി BJP-യോടൊപ്പം വഖഫ് തീവ്രവാദത്തിനെതിരെ അണിചേരണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ. നിയമത്തിൽ ഭേദഗതി ഉണ്ടായാൽ വഖഫ് പീഡിയില്ലാതെ ഈ രാജ്യത്തെ മനുഷ്യർക്ക് ഇനി സമാധാനമായി ഉറങ്ങാം. അതേസമയം പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന വഖഫ് ഭേദഗതി ബില്ലിൽ അതീവ പ്രതീക്ഷയിലാണ് മുനമ്പം ജനത. കോൺഗ്രസും CPM-ഉം രാജ്യത്തെ ഭൂരിപക്ഷത്തിനെതിരായ നിലപാട് എടുക്കുന്നു. അതായത് അവർ ഇനി ഭരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. വഖഫിനത് ഇന്ത്യയിലെ ഇസ്ലാമിക രാജ്യമാക്കാനുള്ള ഇസ്ലാമിക ജിഹാദി തീവ്രവാദ പ്രവർത്തനം തന്നെയാണ്. അതിനെതിരെ ശക്തമായി പോരാടിയ BJP-ക്ക് അഭിനന്ദനങ്ങൾ.